ഇത് ആൽബിനോ ടിൻഫോയിൽ ബാർബുകളാണ്. ബാർബ് വെറൈറ്റികളിൽ തന്നെ വലിപ്പം കൂടിയ ബാർബുകളാണ് ഈ ടിൻഫോയിൽ ബാർബുകൾ. ചെറിയ സൈസുള്ള ബാർബ് വെറൈറ്റിയിൽപ്പെട്ട മീനുകളൊക്കെ നമുക്ക് പലർക്കും അറിയായിരിക്കും. ടൈഗർ ബാർബുകൾ, റോസി ബാർബുകൾ. എന്നാൽ ഈ ടിൻഫോയിൽ ബാർബുകൾ അത്യാവശ്യം സൈസ് വയ്ക്കുന്ന മീനുകളാണ്. 12 ഇഞ്ച്, 14 ഇഞ്ച്, 16 ഇഞ്ച് വരെ ഇവർ സൈസ് വയ്ക്കാറുണ്ട്. രണ്ട് വെറൈറ്റികളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്ന് ഈ ഒരു ആൽബിനോ വെറൈറ്റിയാണ്. ഇതിൻ്റെ കണ്ണ് റെഡാണ്, ബോഡി മുകൾ ഭാഗത്ത് ഒരു ഗോൾഡൻ യെല്ലോ, സൈഡിൽ നല്ല തിളങ്ങുന്ന ഒരു സിൽവർ കളറാണ്. പിന്നെ ഇതിൻ്റെ ടെയിൽ ഫിന്നിലും മറ്റ് ഫിൻസിലും എല്ലാം റെഡ് കളർ കാണാം. പിന്നെയുള്ള രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒറിജിനൽ വെറൈറ്റി എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ബോഡി ഒരു ഗ്രീനിഷ് കളറാണ്. ബ്ലാക്ക് വെറൈറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ബ്ലാക്ക് എന്ന് നമ്മളിങ്ങനെ പെട്ടെന്ന് പറയുന്നതാണ്. ബ്ലാക്കും ആൽബിനോ എന്നിങ്ങനെ പറയാറുണ്ട്. പക്ഷേ അത് ബ്ലാക്ക് അല്ല, ഈ പറഞ്ഞ പോലെ ഗ്രീനിഷ് കളറാണ് അതിൻ്റെ ബോഡി വരുന്നത്. അതായത് മുകൾ ഭാഗത്തും സൈഡ് ഭാഗത്തുമായിട്ട് അടിഭാഗം വരുമ്പോൾ, വയറിൻ്റെ ആ ഭാഗം വരുമ്പോൾ ഒരു സിൽവറിഷ് കളർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പോലെ തന്നെ ഫിൻസിൽ, അതായത് ടെയിൽ ഫിന്നിലും മറ്റ് ഫിൻസിലെല്ലാം റെഡ് കളറാണ് വരുന്നത്. രണ്ട് വെറൈറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റികളാണ്. പെയറിന് 80 രൂപ 100 രൂപയ്ക്കാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. പെട്ടെന്ന് വലുതാവുന്ന മീനുകളാണ്. ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത് വലിയ ടാങ്കുകളാണ്. ചെറിയ ടാങ്കുകൾ ഇതുപോലെ ചെറിയ സൈസിനെയൊക്കെ വാങ്ങിയിട്ട് 2 ഇഞ്ച് 3 ഇഞ്ചുള്ള ചെറിയ സൈസിനൊക്കെ വാങ്ങി കുറച്ച് നാളൊക്കെ നമുക്ക് അക്വേറിയത്തിലിടാം, അല്ലെങ്കിൽ ചെറിയ ടാങ്കുകളിലിടാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ വലിയ സൈസ് ടാങ്കുകളിലേക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ വലിയ സൈസ് ടാങ്ക് സെറ്റ് ചെയ്തിട്ട് ഇതിനെ വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് സ്കൂളിംഗ് ഫിഷാണ്. സ്കൂളിംഗ് ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1-2 എണ്ണത്തിനായിട്ടല്ല വാങ്ങേണ്ടത്. നമ്മൾ മിനിമം ഒരു 6 എണ്ണത്തിൻ്റെ ഗ്രൂപ്പായിട്ട് വേണം വാങ്ങാനായിട്ട്. കാരണം 1-2 എണ്ണത്തിനെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം മീനുകൾക്ക് പെട്ടെന്ന് സ്ട്രെസ് വരും. അവർ ടാങ്കുകളിൽ ആക്റ്റീവ് ആയിരിക്കില്ല. ഏതെങ്കിലും മുക്കിലും മൂലയിലൊക്കെ പോയിട്ട് ഇങ്ങനെ പങ്ങി നിൽക്കും. നല്ല ആക്റ്റീവായിട്ട് ടാങ്കിനകത്ത് നീന്തി നടക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന മീനാണ്, അതിനനുസരിച്ച് തന്നെ സൈസും വയ്ക്കാറുണ്ട്. അപ്പോൾ ഒരു 6 എണ്ണത്തിൻ്റെ ഗ്രൂപ്പൊക്കെ ആയിട്ട് അത്യാവശ്യം വലിയ ടാങ്കിലേക്ക് ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇവർ ഗ്രോത്ത് വയ്ക്കും. പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു സൈസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് 1 ഫീറ്റ് വരെയൊക്കെ ഈസി ആയിട്ട് വെക്കുന്ന ഒരു മീനാണ്. 12 ഇഞ്ച്, 14 ഇഞ്ച്, 16 ഇഞ്ച് വരെയൊക്കെ സൈസ് വയ്ക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 10 മുതൽ 15 വർഷം വരെയാണ്. ഇതിൻ്റെ അഡൾട്ട് സൈസ് ഒരു സിംഗിൾ പീസിനൊക്കെ ഇടാനാണെങ്കിൽ മിനിമം ഒരു 300 ലിറ്ററിൻ്റെ ടാങ്കെങ്കിലും വേണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഗ്രൂപ്പിനെയൊക്കെ ആയിട്ട് വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം 1000 ലിറ്ററിൻ്റെ ടാങ്ക് അല്ലെങ്കിൽ അതിന് മുകളിലുള്ളതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ഹൈറ്റ് കൂടിയ ടാങ്കിനേക്കാളും എപ്പോഴും നമ്മൾ പറയാറുണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് ടാങ്കുകളായിരിക്കും കൂടുതൽ നല്ലത്. അതായത് ഇവർക്ക് നീന്തി നടക്കാനുള്ള സ്പേസ് ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട്ഡോർ ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വലിയ ഔട്ട്ഡോർ ടാങ്കുകൾ, പോണ്ടുകളൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സ്പേസുകൾ ഇവർക്ക് വളരെ സ്യൂട്ടബിൾ ആണ് വളർന്ന് വലുതാവാനായിട്ട്. പിന്നെ ഈ ഒരു മീനിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളാണ്. തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, സുമാത്ര, ബോർണിയോ ഒക്കെയാണ്. പിന്നെ ഈ ബാർബുകൾ എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ കാർപ്പ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഗ്രൂപ്പിൽ പെടുന്നതാണ്. പിന്നെ ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 22 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ pH മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 6 മുതൽ 7.5 എന്നുള്ള ആ ഒരു റേഞ്ചിലാണ്. പിന്നെ ഈ മീൻ അത്യാവശ്യം ഹാർഡി ആയിട്ടുള്ളൊരു മീനാണ്. ചെറിയ രീതിയിലൊക്കെ വെള്ളം മോശമാവുകയാണെന്നുണ്ടെങ്കിൽ അതിനോടൊക്കെ അത് ടോളറേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ മീനുകൾ എയറേഷൻ ആവശ്യമായിട്ടുള്ള മീനുകളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മീനാണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഫിൽട്രേഷൻ സെറ്റപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വാട്ടർ ചേഞ്ച് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. പിന്നെ ഇത് ഓംനിവോറസ് ആയിട്ടുള്ളൊരു മീനാണ്. അതായത് സസ്യാഹാരങ്ങളും മാംസാഹാരങ്ങളും കഴിക്കും. പെല്ലറ്റ് ഫുഡ് നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു മീനാണ്. പിന്നെ ഒക്കേഷണലായിട്ട് നോൺ വെജ് ഐറ്റംസ് കൊടുക്കാം. അതായത് BSF ലാർവ, അല്ലെങ്കിൽ മണ്ണിരകൾ, ബ്ലഡ് വേംസ് പോലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ചെമ്മീൻ. പിന്നെ ഈ പച്ചക്കറി ഇലവർഗ്ഗങ്ങളും ഇത് കഴിക്കാറുണ്ട്. അതായത് ഈ കുക്കുംബർ, ലെറ്റ്യൂസ്, പംകിൻ പോലുള്ള ഐറ്റംസ്. പിന്നെ ഇവരെ ഇടുന്ന അക്വേറിയങ്ങളിലൊന്നും ചെടികൾ റെക്കമെൻഡ് ചെയ്യാറില്ല. ഒന്നുകിൽ ഇവർ ആ ചെടികൾ കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് കടിച്ച് പറിച്ച് വൃത്തികേടാക്കും. അതുകൊണ്ട് ഇവരെ ഇടുന്ന ടാങ്കുകളിൽ പൊതുവെ ചെടികൾ റെക്കമെൻഡ് ചെയ്യാറില്ല. വെക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ല ഹാർഡി ആയിട്ടുള്ള ചെടികൾ, അതായത് പെട്ടെന്നൊന്നും കടിച്ച് കീറി കളയാൻ പറ്റാത്ത ചെടികൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് നല്ല കട്ടിയുള്ള തണ്ടും ഇലയൊക്കെയുള്ള ചെടികൾ. പല അക്വേറിയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ റോക്കും ഡ്രിഫ്റ്റ് വുഡും പിന്നെ പ്ലാസ്റ്റിക് ചെടികളൊക്കെയാണ്. വലിയ ടാങ്കുകളിലൊക്കെ ഇവരെ ഒരുമിച്ചിട്ട് വളർത്തുമ്പോൾ ഇവരുടെ കൂടെ ഇടാൻ പറ്റിയ മറ്റു മീനുകളുടെ കുറച്ച് പേരുകൾ ഞാൻ പറയാം. ജയൻറ്റ് ഗോരാമികൾ വളരെ സ്യൂട്ടബിൾ ആണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാക്കു, റെഡ് ബെല്ലി പാക്കു, ആൽബിനോ പാക്കു, അതായത് നമ്മുടെ നട്ടർ എന്ന് പറയുന്ന മത്സ്യം. അതുപോലെ തന്നെ ഇറിഡീസൻ ഷാർക്ക് കാറ്റ് ഫിഷ്, അതായത് നമ്മുടെ ആസാം വാള, അതിൻ്റെ ആൽബിനോ വെറൈറ്റിയോ ബ്ലാക്ക് വെറൈറ്റിയോ അല്ലെങ്കിൽ വൈറ്റ് വെറൈറ്റിയോ, ഇതൊക്കെ ഇവരുടെ കൂടെ സ്യൂട്ടബിൾ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞതെല്ലാം സൈസ് വെക്കുന്ന മീനുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ സൈസുള്ള ടാങ്കുകളായിരിക്കണം. ഈ പറഞ്ഞ മീനുകളെ എല്ലാം ഒരുമിച്ചിടുന്നതിൽ വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇവരെല്ലാവരും ഈ പറഞ്ഞ മീനുകളെല്ലാം വളരെ സൈസ് വെക്കുന്ന മീനുകളാണ്. ഇതിനകത്ത് ജയൻറ്റ് ഗൗരാമി കുറച്ച് സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനാണ്. ഈ ടിൻഫോയിൽ ബാർബിഡ് ആണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ പാക്കു ആണെന്നുണ്ടെങ്കിലും അവർ അത്യാവശ്യം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകളാണ്. ഇനി ഇറിഡീസൻ ഷാർക്ക് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഫാസ്റ്റായിട്ട് ആക്റ്റീവായിട്ട് നീന്തി നടക്കുന്ന ഒരു മീനാണ്. പക്ഷേ ഈ മീനുകളെല്ലാം പരസ്പരം അഗ്രസീവ് ആവുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ടിൻഫോയിൽ ബാർബുകൾ പൊതുവെ പീസ്ഫുൾ ആയിട്ടുള്ള മീനുകളായിട്ടാണ് പറയുന്നത്. ഇനി ഇപ്പോൾ ഇറിഡീസൻ ഷാർക്കുകളാണെങ്കിലും പീസ്ഫുൾ ആയിട്ടുള്ള മീനുകളായിട്ട് തന്നെയാണ് പൊതുവെ പറയപ്പെടുന്നത്.
ജയന്റ് ഗൗരാമികൾ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള മീനുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ടിൻഫോയിൽ ബാർബുകളുടെ കൂടെ അതുപോലെ തന്നെ ഇറിഡീസൻ ഷാർക്ക് പാക്കൂൻ്റെ കൂടെയൊന്നും ജയന്റ് ഗൗരാമികൾക്ക് ഇഷ്യൂ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ടിൻഫോയിൽ ബാർബുകൾ 1 ഫീറ്റ് 1 ഫീറ്റിന് മേലേക്ക് സൈസ് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മീനുകളുടെ കൂടെ ഇടാം. വലിയ സൈസ് ടാങ്ക് ആയിരിക്കണം എന്ന് മാത്രം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ടിൻഫോയിൽ ബാർബുകൾ മാത്രമായിട്ട് ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് വലിയ ടാങ്കിൽ വളർത്തുന്നതാണ് നല്ലത്. പിന്നെ ഒരിക്കലും ഇവരെ ചെറിയ സൈസ് മീനുകളുടെ കൂടെ ഇടാനായിട്ട് റെക്കമെൻഡ് ചെയ്യാറില്ല. ചിലപ്പോൾ അവർ അറ്റാക്ക് ചെയ്ത് കഴിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവരുടെ ബ്രീഡിങ് പൊതുവേ പോസിബിൾ അല്ല. ഇവരെ ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്തിട്ടൊക്കെയാണ് ബ്രീഡ് ചെയ്യിക്കുന്നത്. ഈ ഒരു മീനിനെ തുടക്കക്കാർക്ക് പൊതുവേ റെക്കമെൻഡ് ചെയ്യാറില്ല. കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിഷ് കീപ്പേഴ്സിനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മീനുകളാണ്, അതേസമയം പീസ്ഫുൾ ആയിട്ടുള്ള മീനുകളുമാണ്. ഒരു 6 എണ്ണത്തിൻ്റെ ചെറിയ ഗ്രൂപ്പായിട്ട് വാങ്ങിയിട്ട് ഇത്തിരി വലിപ്പമുള്ള ഒരു ടാങ്കിലിട്ട് വളർത്താനായിട്ട് വളരെ സ്യൂട്ടബിൾ ആണ്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഈ റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലിലൊക്കെ ഈ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയങ്ങളിൽ ഇതിനെ ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം വലിയ സൈസാണ്. 2 എണ്ണത്തിനൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടിൻഫോയിൽ ബാർബുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.